ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പോൾ ഓപ്പോയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ ഇപ്പോഴത്തതിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ. ഇപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ A3X 4G എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ പഞ്ച്വൽ ഡിസൈനും 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6S 4G Gen 1 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 5G സപ്പോർട്ട് ഇല്ല, മാക്സിമം 4G സപ്പോർട്ടേ ഉള്ളൂ. പിന്നെ 8 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5100 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. പിന്നെ MIL STD 810H സർട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നുണ്ട്. അപ്പം 9,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു 5G ഫോൺ കുറഞ്ഞ പ്രൈസ് റേഞ്ചിൽ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ A3Xന്റെ 5G വെർഷനും വരുന്നുണ്ട്. അപ്പം ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പും ബാറ്ററി സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ ഡിസ്പ്ലേയിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. 5G സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അപ്പം 11,500 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഏകദേശം ഇതേ ഫീച്ചേഴ്സുമായിട്ട് എന്നാൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ ഫീച്ചേഴ്സുമായിട്ട് K12X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അപ്പം അതിൽ 32 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. ബാക്കി സെയിം ഫീച്ചേഴ്സ് ആണ്, പക്ഷേ വില 13,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം ക്യാമറ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ A3X 5G എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ F27 5G എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോഴത്തെ കൺസിഡർ ചെയ്യാം. ഇപ്പം ഇതിൽ 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ AMOLED ഡിസ്പ്ലേ ഉള്ള 5G ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിൽ 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6300 എന്നുള്ള പ്രോസസ്സറേ ഇതിൽ വരുന്നുള്ളൂ. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ബാക്കി ബ്രാൻഡുകളുടെ ഫോണുകളൊക്കെ നോക്കുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് കിട്ടും. പക്ഷേ ഓപ്പോയുടെ കാര്യത്തിൽ ഇതേ ഉള്ളൂ. പിന്നെ 50+ 2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 45 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ F25 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 5000 mAh ബാറ്ററി ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള 60 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 7050 എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ബാക്കി ബ്രാൻഡുകളുടെ ഒക്കെ കാര്യത്തിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ഈ പ്രൈസ് റേഞ്ചിൽ കിട്ടും. പക്ഷേ ഓപ്പോയുടെ ഫോണാണ്, ഈ ഒരു പ്രോസസ്സറൊക്കെ നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ 64+8+ 2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി ഒന്ന് കൂട്ടാം. അതുപോലെ തന്നെ ക്യാമറ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പോ Reno 11 എന്നുള്ള സ്മാർട്ട് ഫോൺ 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ എന്തൊക്കെയാണ് എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നത് എന്ന് വെച്ചാൽ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെയിം ബാറ്ററി സെറ്റപ്പും സെയിം പ്രോസസ്സറുമാണ് വരുന്നത്. പക്ഷേ ക്യാമറയുടെ കാര്യത്തിൽ 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OISന്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ടെലിഫോട്ടോ ലെൻസ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പം 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Reno 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അപ്പം സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 8200 എന്നുള്ള പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 4600 mAh ബാറ്ററി വരുന്നുള്ളൂ. പക്ഷേ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പം 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 42,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ Reno 10 Pro Plus എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇപ്പം ഇതിൽ 6.74 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 50+64+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരുന്നുണ്ട്. 4700 mAh ബാറ്ററിയും 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 42,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന ഫോണുകൾ തന്നെ കൺസിഡർ ചെയ്യാവുന്നതാണ്. 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഓപ്പോ ഫൈൻഡ് X8 വരുന്നുണ്ട്. 6.59 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.
ഇതിൽ 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 9400 എന്നുള്ള പ്രോസസ്സറാണ് വരുന്നത്. 50+50+50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ വരുന്നുണ്ട്. 5630 mAh ബാറ്ററി, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 70,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇതും കൺസിഡർ ചെയ്യാം. ഇനി ബഡ്ജറ്റ് കൂട്ടാം എന്നുണ്ടെങ്കിൽ Oppo Find X8 Pro എന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പം അതിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി വലിയ 6.78 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷൻ വരുന്ന AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സെയിം പ്രോസസ്സർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്യാമറയിൽ എക്സ്ട്രാ 50 മെഗാ പിക്സൽ ഒരു പെരിസ്കോപ്പ് ലെൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ബെറ്റർ ആയിട്ടുള്ള ഒരു ക്യാമറ നമുക്ക് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ 5910 mAh ബാറ്ററിയും 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 50 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടൊക്കെയാണ് ഇതിൽ വരുന്നത്. 1 ലക്ഷം രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫോൺ ആയിരിക്കും വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് ഫ്ലിപ്പ് ഫോണുകൾ 2 ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. 51,000 രൂപ പ്രൈസ് റേഞ്ചിൽ Oppo Find N2 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോൺ വരുന്നുണ്ട്. അപ്പം ഇതിൽ 6.8 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 3.26 ഇഞ്ചിന്റെ ഒരു HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. MediaTek Dimensity 9000+ എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. 50+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. 4300 mAh ബാറ്ററിയും 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഒക്കെ വരുന്നുണ്ട്. 51,000 രൂപ പ്രൈസിന്റെ ഈ ഫോൺ കൺസിഡർ ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ Oppo Find N3 ഫ്ലിപ്പ് എന്ന ഫോൾഡബിൾ ഫോണും വരുന്നുണ്ട്. സെയിം ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ആണ് വരുന്നത്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള MediaTek Dimensity 9200 എന്നുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 50+32+48 മെഗാ പിക്സലിലെ ബെറ്റർ ആയിട്ടുള്ള ബാക്ക് ക്യാമറ സെറ്റപ്പ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ സെയിം ആയിട്ടുള്ള ബാറ്ററി സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 75,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൾഡബിൾ ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തതിൽ ഓപ്പോയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. അപ്പം ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.